ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവനോ ദൈവത്തെ അന്വേഷിക്കുന്നവനോ ഇല്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാന നാളുകളെ അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ മേൽപ്പറഞ്ഞ ദൈവവചനങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ലൗകിക സുഖങ്ങൾക്കും അധികാരഭ്രമങ്ങൾക്കും ജഡിക താല്പര്യങ്ങൾക്കും വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യൻ, അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവനും ജീവിതത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത ലോകം, മദ്യവും മയക്കുമരുന്നും മൂലം ലൈംഗിക അരാജകത്വത്തിലേക്ക് വഴുതി വീഴുന്ന സമൂഹം, ദൈവഭയവും സഹജീവികളോടുള്ള കാരുണ്യവും വറ്റിപ്പോകുന്ന പുത്തൻ തലമുറ, മരണത്തിൻ്റെ ഇരുണ്ട സംസ്കാരം. ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ മത്തായി ശ്ലീഹ 14:12 മുതൽ ഉള്ള തിരുവചനങ്ങൾ. ഹെറോദേസിന് സഹോദര ഭാര്യയായ ഹെറോദിയായിലുണ്ടായ ജഡികാഭിലാഷവും അധികാരഭ്രമവും സ്വാർത്ഥമോഹവും കൊണ്ട് സ്വന്തം രാജ്യത്തെ പോലും അടിയറ വെച്ച രാജാവ്, ജഡികാഭിലാഷത്തിൻ്റെ പേരിൽ ലോകത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ ശിരസെറുക്കാൻ കൽപ്പിച്ച രാജാവ്. ഈ ഹെറോദസിൻ്റെ പിൻഗാമികളാണ് ലോക ഇമ്പങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഇന്നത്തെ സമൂഹം. ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, ലൗകിക സുഖം മാത്രം ലക്ഷ്യം വെക്കുന്നവരാണ് എല്ലാവരും. മനുഷ്യൻ്റെ ആത്മാവ് എന്താണ്, അതിനുള്ള വില എന്താണ്, ആരാണ് ആത്മീയൻ എന്നൊക്കെ അറിയണമെങ്കിൽ നാം ആരാണെന്നറിയണം. ദൈവം ആരാണെന്ന് നാമും അറിയണം. ഇത് നമ്മുടെ ആത്മാവിനെ സാധിക്കൂ. ആത്മാവ് എന്താണെന്നോ അതിൻ്റെ വില എന്താണെന്നോ അറിയാത്തവന് ആത്മീയ മനുഷ്യനാകാൻ സാധിക്കയില്ല. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ജഡീകരായി ജീവിക്കുന്നവൻ ജഡീക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവൻ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ആത്മാവിൻ്റെ ചൈതന്യം ഒട്ടുമില്ലാത്ത മേഖലയാണ് ജഡികം. ഈ ചൈതന്യമില്ലാത്ത മനോഭാവങ്ങൾ, നേട്ടങ്ങൾ, ശൈലികൾ ഇവ അനേകം വ്യക്തികളുടെ ജീവിതത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അഭിഷേകം നിറയാത്ത, പ്രകാശമില്ലാത്ത ബുദ്ധിക്ക് പരിമിതികളുണ്ട്. ഈ പ്രകാശം ലഭിക്കണമെങ്കിൽ ദൈവകൃപ ആത്മാവിലേക്ക് ഒഴുകണം. ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയണം. ആത്മാവിന് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ എന്തെല്ലാം നേടിയാലും ആത്മാവ് ജീവനില്ലാത്തതായിത്തീരും. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അഗസ്തീനോസ് 33 വയസ്സ് വരെ ജഡികനായി ജീവിച്ച വ്യക്തിയായിരുന്നു. അമ്മ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയാണ് അഗസ്റ്റിൻ്റെ ബുദ്ധിക്ക് പ്രകാശം ലഭിച്ചത്. അന്ന് വരെ അന്ധകാരത്തിലിരുന്ന തൻ്റെ ബുദ്ധി പ്രകാശിക്കപ്പെട്ടപ്പോൾ അവനിൽ നിന്നും ദൈവീക ജ്ഞാനത്തിൻ്റെ മഹാപ്രവാഹം തന്നെ ഒഴുകി. ഈ ദൈവീക പ്രകാശത്തിനായി ദൈവത്തെ തേടുന്ന ഓരോ വ്യക്തിയും അനുതപിച്ച്, കൂദാശകൾ സ്വീകരിച്ച്, പാപമാർഗങ്ങൾ പരിത്യജിച്ച്, ദൈവസന്നിധിയിൽ കാത്തിരുന്ന് വചനഗ്രന്ഥം അടിസ്ഥാനമാക്കി എളിമയോടെ പ്രാർത്ഥിക്കണം. മാർത്ത യേശുവിനെ വിരുന്നൊരുക്കാൻ വ്യഗ്രതയോടെ ഓടി നടന്നു. മറിയമാകട്ടെ തിരുസന്നിധിയിൽ ഇരുന്ന് സമാധാനത്തിൻ്റെ ഉറവിടമായ വചനം കേട്ടു. ഈശോ മറിയത്തെയാണ് പ്രശംസിച്ചത്. ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും. ഭക്ഷണത്തിൽ ഉപവസിച്ച് സഹോദരനെ കൊല്ലുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാണ്. സ്നേഹം അതിനെ കരയേറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ചിറക് ബലഹീനമുള്ളതാണ്. അവിടെ അത്യുന്നതനെ കാണുന്നില്ല. ഒരു വ്യക്തിയും ഉള്ളിൽ വൈരാഗ്യമോ വെറുപ്പോ പ്രതികാര ചിന്തയോ വെച്ച് പുലർത്തരുത്. ഇവയിലൂടെ നാം പിശാചിനാണ് ബലിയർപ്പിക്കുന്നത്. ആബേലിനോട് മത്സരിച്ച് കായൻ ബലിയർപ്പിച്ചതും മാത്സര്യബുദ്ധിയും വ്യർത്ഥാഭിമാനമുള്ള അവൻ്റെ ബലി ദൈവം തിരസ്കരിക്കപ്പെട്ടതും നാം സ്മരിക്കുന്നത് നല്ലതാണ്. നമുക്ക് സഹോദരങ്ങളോട്, അയൽവാസികളോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് കരുണയോടെ പ്രവർത്തിച്ച് സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന ഒരു നല്ല ഹൃദയത്തിനുടമയാകുക. ഈശോ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യ വ്യക്തിയും തൻ്റെ ഉള്ളിൽ തിന്മകളുടെ ചിന്തകളുമായി ഒരു ദിവസം പോലും കഴിയരുതെന്നുള്ളതാണ്. പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും. നിത്യജീവന യോഗ്യതയുള്ളവരായി നമ്മെ തീർക്കുക എന്നതാണ് പുത്രൻ്റെ ദൗത്യം. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ എല്ലാവരുടെയും പാപം ക്ഷമിക്കുവാനാണ്. ക്ഷമിക്കുമ്പോൾ അതിനുള്ള ഫലവും ഉണ്ടാകണം. നാം ആഗ്രഹിക്കുന്നത് നിത്യരക്ഷയാണ്. ക്ഷമയോടുകൂടി വേദനകൾ സഹിക്കുമ്പോൾ, വേദനയെ ഉത്കൃഷ്ടമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ സഹനത്തിന് അർത്ഥമുണ്ടാകുന്നു. എല്ലാ സഹനവും മനുഷ്യരക്ഷയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അതിനാൽ ധൂർത്തപുത്രനെ പോലെ, പാപിനിയായ സ്ത്രീയെ പോലെ
കുരിശിൽ കിടന്നും പശ്ചാത്താപത്തിലൂടെ പറുദീസ നേടിയ നല്ല കള്ളനെ പോലെ നമുക്കും അനുതാപത്തിൻ്റെ കണ്ണീരും പശ്ചാത്താപമുള്ള ഒരു ഹൃദയവും പാപബോധമുള്ള ഒരു മനസ്സും തരണമേ എന്ന് കാൽവരിനാഥനോട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.